ലഖദ് റആ മിൻ ആയാതി റബ്ബി, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അൽ കുബ്ര എന്ന് പറഞ്ഞാൽ അൽ ആയത്തുൽ കുബ്ര, ഏറ്റവും വലിയ ദൃഷ്ടാന്തം നബി തങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതാര് പറയാ? അല്ലാഹ് പറയാ. ഈ നബി തങ്ങൾ കണ്ടത് എൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതൊക്കെ നിങ്ങൾ നിഷേധിക്കാൻ പോവുകയാണോ? അതിനെപ്പറ്റി തർക്കിക്കുകയാണോ? എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് എൻ്റെ റസൂൽ കണ്ടു കഴിഞ്ഞു. അത് അള്ളാഹുവിനെ കണ്ടു എന്നതിലേക്കുള്ള സൂചനയാണെന്ന്. അപ്പോൾ പറഞ്ഞതാരാ? അള്ളാഹുവാണ്. സുബ്ഹാന. ഇത് ഞാൻ എൻ്റെ ഹബീബിനെ കൊണ്ടുപോയ യാത്രയാണ്. അത് എൻ്റെ കഴിവ് മനസ്സിലായാൽ, നിങ്ങളുടെ ബുദ്ധി വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് സമയവും കാലമൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ എൻ്റെ ദാത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കിതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അങ്ങനത്തെ മഹാത്ഭുതമാണ് റജബ് 27 രാവിലെ നടന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിൻ്റെ മുനാജാത്തായി അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുന്ന ഒരു ഇബാദത്തായി റബ്ബിലേക്ക് നിസ്കാരം കൊണ്ട് അടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി ഒരു ഇബാദത്തിനെ സംബന്ധിച്ചുള്ള മനസ്സിലാക്കേണ്ടത്, ഒരു ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അവിടെ 2 ബാധ്യതകൾ നമ്മുടെ മേലിൽ വരും. ഒന്ന്, അള്ളാഹുവിൻ്റെ ഒരു ആജ്ഞയെ നമ്മൾ അംഗീകരിക്കണം. 2, നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യമാണെങ്കിൽ അത് ചെയ്യുകയും വേണം. ഇത് രണ്ടും ഒരു ഇബാദത്തിന് നമ്മുടെ ബാധ്യതയാണ്. ഇപ്പം നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു അതൊന്നും ഇപ്പം ശരിയാവില്ല, ഇപ്പം സമയമില്ല, എനിക്കൊന്നും പറ്റൂല എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമെന്ന് പുറത്താണ്. നേരെ മറിച്ച് നിസ്കരിക്കണം, എൻ്റെ മടി കൊണ്ട് എനിക്ക് പറ്റുന്നില്ല, ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഞാൻ നിസ്കരിക്കാറില്ല, നിസ്കാര നിർബന്ധം തന്നെയാണ് പക്ഷെ ഞാൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ തെറ്റുകാരനായൊരു വിശ്വാസിയാണ് എന്ന് അയാളെ പറ്റി പറയാം. അൽ മുഅ്മിനുൽ ആസ്വി, ആൾ മുഅ്മിൻ തന്നെയാണ് പക്ഷെ തെറ്റുകാരനാണ്. നേരെ മറിച്ച് നിർബന്ധമാണ് എന്ന് പറഞ്ഞതിനെ നിർബന്ധമല്ല എന്ന് വിശ്വസിച്ചു, ഹറാമാണെന്ന് പറഞ്ഞപ്പോൾ ഹറാമല്ല എന്നൊരാൾ പറയാൻ തുടങ്ങി, ഇസ്ലാം എന്ന് പുറത്താവും. അത് ഭയങ്കര വിഷയമാണ്. ആദം നബി അലൈഹിസ്സലാമും ഇബ്ലീസും രണ്ടുപേരും തെറ്റ് ചെയ്തില്ല. എന്നിട്ട് എന്ത് ഒരാളെ മാത്രം എന്ത് നീതിയാ? അങ്ങനെയാണോ സംഭവിച്ചത്? ആദം നബി അലൈഹിസ്സലാം തെറ്റ് സംഭവിച്ചു, ശരി. ആ നിരോധിക്കപ്പെട്ട പഴം ആദം നബി അലൈഹിസ്സലാം ടെംപ്റ്റഡ് ആയിപ്പോയിട്ട് കഴിച്ചു. ആദം നബി അലൈഹിസ്സലാം പറഞ്ഞതും ഇബ്ലീസ് പറഞ്ഞ ഒരുപോലെയാണോ? ഇബ്ലീസ് എന്താ പറഞ്ഞത്? സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് പറഞ്ഞു? ഖലഖ്തനീ മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ അന ഖൈറും മിൻ അംബതദൻ ഹിം, ഞാനല്ലേ ആദമിനേക്കാളും മുന്തിയ ആള്, എന്നെ തീ കൊണ്ടല്ലേ പഠിച്ചത്, ആദം നബി മണ്ണുകൊണ്ടല്ലേ, അങ്ങനത്തെ ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യും? അള്ളാഹുവിൻ്റെ ആജ്ഞയെ തന്നെ നിഷേധിച്ചു ഇബ്ലീസ്. അത് കുഫറാണ്. ആദം നബി അലൈഹി സ്വലാം അതല്ല, പോവില്ല എന്നൊക്കെ തീരുമാനിച്ചതാ. പക്ഷെ ഹവ്വാ ബീവി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോണ്ടിട്ട് പോവല്ലേ, നോക്കല്ലേ. എന്നിട്ട് രണ്ടുപേരും പറഞ്ഞു, റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. തെറ്റുപറ്റിപ്പോയി റബ്ബേ, ഞങ്ങൾക്ക് നീ മാപ്പ് തന്നില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും പടച്ചോനെ. അവർ തൗബ ചെയ്തു മടങ്ങി. മറ്റേ ആൾ തൗബ ചെയ്തിട്ടില്ല ഇതുവരെ, ചെയ്ത് തെറ്റാണെന്ന് സമ്മതിച്ചിട്ടുമില്ല. റബ്ബി ബിമാ അഗ്വൈതനി, നീ എന്നെ പഴപ്പിച്ചതല്ലേ, അങ്ങനെ പറയണത്. ഞാൻ സുജൂദിയായിരുന്നു, എൻ്റെ കുഴപ്പമാണ്, എനിക്ക് നീ മാപ്പ് തരാൻ എനിക്ക് അഹങ്കാരം നേരത്തെ തോന്നിയതാണ് എന്ന് ഈ സെക്കൻഡ് വരെ അവർക്ക് തോന്നിയിട്ടില്ല, തോന്നുമില്ല. അതാണ് അവസ്ഥ. അതിനാണ് അല്ലാഹു ഉഖ്റുജ് മിൻഹാ ഫഇന്നക റജീം എന്ന് പറഞ്ഞ് ഇവിടുന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞത്. കാരണം അള്ളാഹുവിൻ്റെ ആജ്ഞയെ അംഗീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 50 വക്ത് നിസ്കാരവുമായി വരുമ്പോൾ അത് ഉമ്മത്തികൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നറിയണമെങ്കിൽ ഭൂമിയിൽ 50 വക്ത് നടപ്പാക്കിയിട്ട് പിന്നല്ലേ കുറപ്പിക്കേണ്ടത്. എന്തുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ അവിടെ തന്നെ അത് കുറപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു, അല്ലെങ്കിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇടപെടൽ കാരണം അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, 50 വക്ത് നിബിതങ്ങൾക്ക് സമ്മാനമായി കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു ആജ്ഞയോട് ചെയ്യേണ്ട ആദ്യത്തെ അദബ് അത് സ്വീകരിക്കുക എന്നതാണ്. അള്ളാഹുവെ ഞാൻ സ്വീകരിച്ചു റബ്ബേ, ഇതിൽ ഇനി നോ കോംപ്രമൈസ്, ഇതിൽ ഒരു കോംപ്രമൈസും ഇല്ല, ഇതിനെ സംബന്ധിച്ച് ഇനി ഒരു ചോദ്യവും ചോദിക്കേണ്ട, ഇത് തീരുമാനമെടുക്കപ്പെട്ട വിഷയമാണ് എന്ന് അള്ളാഹു പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു നെഗോസിയേഷന് പോലും നബി തങ്ങൾ പോവില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഇബാദത്ത് എത്ര ഭാരമുള്ളതാണെങ്കിലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കട്ടെ, അങ്ങനെ പറയാം. മ്യൂസിക്കിനൊക്കെ ഭയങ്കര അടിമകളായിപ്പോയാൽ അതൊന്നും നല്ലതല്ല മോനെ, പിരുമസൂദങ്ങളും 4 മദ്ഹബിൻ്റെ ഇമാമികളും ഹറാമെന്നാണ് പറയണത്. ഞാൻ നോക്കട്ടെ, കുറേ ചെറുപ്പം മുതൽ തുടങ്ങിയ പരിപാടിയാണ്, ഇപ്പോൾ പെട്ടെന്ന് നിർത്താൻ പറ്റൂല, ഞാൻ മെല്ലെ മെല്ലെ നോക്കട്ടെ എന്ന് പറയുന്നത് ഒരു അദബാണ്.
നമ്മളൊന്നും പറ്റൂല, ഇതൊക്കെ 21-ാം നൂറ്റാണ്ടല്ലേ എന്ന് പറയുന്നത് കുഫറാണ്. ഇസ്ലാമെന്ന് ഓർത്തു. ഒരു ശരീഅത്തിന്റെ നിയമത്തെ അംഗീകരിക്കൽ ആദ്യത്തെ ബാധ്യതയാണ്, നടപ്പിലാക്കൽ രണ്ടാമത്തെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ 50 വക്ത് എന്ന് പറഞ്ഞതിനെ ഒരു കോംപ്രമൈസുമില്ലാതെ തങ്ങൾ തലക്കിൽ ഖബൂൽ, തങ്ങളത് സ്വീകരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മൂസ നബി അലൈഹിസ്സലാം ഇടപെടാണ്, നബിയെ കുറപ്പിച്ചേക്കണം, എൻ്റെ ഉമ്മത്തികളെ ഞാൻ പരീക്ഷിച്ചറിഞ്ഞ ആളാണ്, അങ്ങക്ക് പരീക്ഷിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് അല്ലാഹു കുറക്കാൻ വേണ്ടി പറയണം. അപ്പോൾ ഒരു ഇബാദത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായൊരു കാര്യം, ഒരു അദബ് എന്ന് പറയുന്നത് തലക്കി, അതിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞ നബി തങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഖബൂലിയത്ത് അള്ളാഹു വെളിപ്പെടുത്തി തന്നതാണ്. അത് നബി തങ്ങൾ സ്വീകരിച്ചില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഒബ്ജക്റ്റ് ചെയ്തില്ലല്ലോ. അമ്പിയാക്കന്മാർ മുഴുവനും അങ്ങനെയാണ്. മൂസ നബി അലൈഹിസ്സലാമിനോട് കടലിൽ അടിക്കാൻ വേണ്ടി പറഞ്ഞു വടി കൊണ്ട്, അല്ലേ? മുമ്പിൽ കടൽ, ബാക്കിൽ ഫറോവയും സൈന്യവും സുയസ് ഉൾക്കടലിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഒരു 4 കിലോമീറ്റർ നടന്ന കര കിട്ടുമായിരുന്നു. 4 കിലോമീറ്റർ കടന്ന സുയസ് ഉൾക്കടൽ അവസാനിക്കുകയാണ്, കരമാർഗം പോകാം. പക്ഷേ ഇപ്പുറത്ത് അവർ നിൽക്കുന്നത് ഒന്ന് മുമ്പോട്ട് നടന്നാൽ കിട്ടുമായിരുന്നു, ആ റൂട്ട് തെറ്റിയതാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒരു കപ്പലോ ഒരു ബോട്ടോ ഒന്നുമില്ല. അള്ളാഹു മൂസ നബിയോട് പറയുന്ന വാക്കെന്താണ്? അങ്ങയുടെ കയ്യിലെ വടി കൊണ്ട് കടലിൽ അടിച്ചേക്കണം. മൂസ നബി ഒരു സെക്കൻഡ് ചിന്തിച്ചില്ല എന്നാ, അവിടെ അടിച്ചു. ഞാൻ അടിച്ചിട്ട് ഇവിടെ എന്തുണ്ടാവാൻ? അവിടെ മരം പോലും ഇല്ല. ഒരു ബോട്ടായി വരണമെങ്കിൽ മരം വേണ്ടേ? ഒരു കപ്പൽ വരണമെങ്കിൽ എന്തൊരു ഇരുമ്പെന്തെങ്കിലും ഇവിടെ കാണണ്ടേ? ഒന്നുമില്ലാത്ത ഈ സ്ഥലത്ത് ഞാൻ എവിടെ അടിക്കാനാ? ഒരു മരത്തുമടിച്ച് ആ മരം ഒരു ബോട്ടായി മാറുന്നൊക്കെ ചിന്തിക്കാമായിരുന്നു. ഇതൊരു ബഹർ. അതാണ് മൂസ നബി അലൈഹിസ്സലാം. അള്ളാഹുവിൻ്റെ കലീമുള്ളയായ നബിയാണ് മൂസ നബി അലൈഹിസ്സലാം. അടിച്ചു, ഒരു ലെവലേഷൻ ചിന്തിച്ചില്ല എന്നവിടെ. അള്ളാഹ് അടിക്കാൻ പറഞ്ഞു, അടിച്ചു. എന്ത് സംഭവിക്കും അതെൻ്റെ വിഷയമല്ല. എൻ്റെ മഅബൂദ്, എൻ്റെ സയ്യിദ്, എൻ്റെ മാസ്റ്റർ എന്നോട് ചെയ്യാൻ പറഞ്ഞു. സ്ലൈവും സെർവൻറ്റും അടിമയുമായ ഞാൻ അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അല്ല, നമുക്ക് തിരിയണത് മാത്രം ചെയ്യൽ ഇബാദത്തല്ല. എങ്ങനെ? നിസ്കാരം നല്ല കുഴപ്പമൊന്നുമില്ല, അത് പിന്നെ എന്തായാലും മെഡിറ്റേഷൻ. നോമ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഏകദേശമൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് തടിക്ക് നല്ലത്. സക്കാത്ത് പിന്നെ ചാരിറ്റി ആവും. മനസ്സിലായി? ഹജ്ജാണ് ഇസ്ലാം. അത് എന്തിനു ചെയ്യുന്നു എന്ന് നിൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാവില്ല. അള്ള ചെയ്യാൻ പറഞ്ഞു, അവിടെ പോയി 7 കറക്കം കറങ്ങണം. അവിടെ പോയിട്ട് നീർന്ന് ഉറങ്ങിയാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ അള്ളാഹു തആല 100 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞാൽ പോരായിരുന്നോ? കഅബയിലേക്ക് തിരിഞ്ഞ് അല്ല, 7 നടക്കണം ചുറ്റും. അതും ഇടത് കീപ്പ് ചെയ്ത് പോകണം. സഫാ മർവക്കിടെ നടക്കണം. അറഫയിൽ പോകണം, മിനയിലും മുസ്ദലിഫയിലും ജമറയിൽ പോയി എറിയണം. എന്തിന്? അള്ള പറഞ്ഞു ചെയ്യാൻ. ഞാൻ പിന്നെ ചിന്തിക്കൂല, എൻ്റെ റബ്ബിനെ ഞാൻ അനുസരിക്കുകയാണ്. അപ്പോഴാണ് ഇസ്ലാം കാര്യത്തിൽ 5ഉം പൂർത്തിയായ ഹാജിയായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ ഏകദേശം നമ്മളെ തലക്ക് ഇങ്ങനെ ഏകദേശം ബോധ്യപ്പെടും, ഹജ്ജിന് ബോധ്യപ്പെടാൻ കഴിയില്ല. അത് പരിപൂർണമായ സമർപ്പണമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പൂർത്തിയാകണമെങ്കിൽ ഹജ്ജ് ചെയ്യണമെന്ന് പറയാൻ കാരണം. ബാക്കിയൊക്കെ മോശമായിട്ടല്ല, മുഅ്മിനീങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല. പക്ഷെ ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതിനൊക്കെ കാരണം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഹുഫമ്മ തടവുക എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അല്ലേ? ഹുഫ സോക്സ് അല്ല, തോല് കൊണ്ടുണ്ടാക്കുന്ന സോക്സാണ് ഹുഫ. ഒളു എടുത്തിട്ടാണ് നിങ്ങളത് ധരിച്ചതെങ്കിൽ അടുത്ത നിസ്കാരത്തിന് എന്ത് ചെയ്യും? ഞങ്ങൾ ഒളു എടുക്കുമ്പോൾ കാല് ആ ഹുഫൻ്റെ മേലെ തടവിയാൽ മതി. യുക്തിപ്രകാരം തടവേണ്ടത് ഹുഫൻ്റെ അടിയിലാണ്. അങ്ങനെ ചളി അടിയിലല്ല ഉണ്ടാവുക. പക്ഷെ തടവാൻ പറഞ്ഞത് മേലെയാണ്. കാരണം എല്ലാറ്റിലും ഹിക്മത്ത് നോക്കാൻ പറ്റൂല, അള്ളാഹുവിനനുസരിക്കാനേ പറ്റുള്ളൂ. വെള്ളമില്ലെങ്കിൽ തയമ്മം ചെയ്യണം മണ്ണുകൊണ്ട്. ഇതെന്ത് പരിപാടിയാണ്? മണ്ണവന് ചളിയാവില്ലേ ചെയ്യുന്നത്? സമീഅനാ വഅതഅനാ. അപ്പോഴേ ഇസ്ലാമാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തോന്നിയ പോലെ സയൻസ് പറഞ്ഞ പോലെ ജീവിച്ചു എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അള്ള പറഞ്ഞ പോലെ ജീവിച്ചു എന്ന് പറയാൻ പറ്റുമോ? അള്ള പറഞ്ഞ പോലെ ജീവിച്ചു എന്ന് പറയണമെങ്കിൽ ചിലത് നമുക്ക് ബോധ്യപ്പെടാത്തത് അള്ളാഹുവിൻ്റെ നിയമമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ നമ്മളായിട്ട് അതും എന്ത് ചെയ്യേണ്ട? കടിച്ചു തൂങ്ങി ഞങ്ങളോട് വ്യാഖ്യാനിക്കാൻ നിൽക്കരുത്, അതനുസരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കാണുന്ന അല്ലെങ്കിൽ കണ്ട ഒരു യാത്രയാണിത്. ഉലമാക്കളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ശരി തന്നെയാണ്. സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് എന്ത് ചോദിച്ചു? കാണിച്ചു തരുമെന്ന് ചോദിച്ചു, അല്ലേ? ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക്. പിന്നെ പ്രവാചകന്മാരുടെ വാക്കുകളൊക്കെ അളന്നു മുറിച്ച വാക്കുകളായിരിക്കും, പ്രത്യേകിച്ച് അത് ഖുർആൻ ഉദ്ധരിക്കുക കൂടി ചെയ്താൽ. മൂസ നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, റബ്ബി, എൻ്റെ രക്ഷിതാവായ അള്ളാഹുവേ, അരിനി അൻദുർ ഇലൈക്, നിന്നെ എനിക്ക് കാണിച്ചു തരണം, ഞാൻ നിന്നിലേക്കൊന്ന് നോക്കാൻ.
എന്തല്ല, എനിക്കൊന്ന് കാണട്ടെ എന്നല്ല മൂസ നബി ചോദിക്കുന്നത്. കാരണം ഞാൻ ബഷറാണ്, അടിമയാണ്, മനുഷ്യനാണ്. എൻ്റെ ബഷരീയത്ത്, ഞാൻ മനുഷ്യനാണ് എന്ന എൻ്റെ ക്വാളിറ്റിയിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് റബ്ബെ നിന്നെ കാണാൻ കഴിയില്ല. അത് നബിയായ മൂസ നബിക്ക് അറിയാം. പക്ഷെ നീയായിട്ട് എനിക്ക് കാണിച്ചെന്നാൽ എനിക്ക് കാണാൻ പറ്റും, നീ കാണിച്ചെന്നൂടെ എന്നാണ് മൂസ നബി ചോദിക്കുന്നത്. റബ്ബി അരിനി, നിന്നെ എനിക്ക് കാണിച്ചു തരുമോ? അൻദുർ ഇലൈക്, എനിക്ക് നിന്നിലേക്ക് നോക്കാനാണ്. ഖാല ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ ഈ മനുഷ്യാവസ്ഥയിൽ നിങ്ങൾക്ക് എന്നെ ഇപ്പോൾ കാണാൻ കഴിയില്ല. അള്ളാഹുവിനെ ആർക്കും കാണാൻ കഴിയില്ല എന്നായിരുന്നു ആൻസറെങ്കിൽ ലൻ ഉറ, ഞാൻ കാണപ്പെടൂല എന്നല്ല പറയേണ്ടത്. എന്നാർക്കും ഒരു നിലക്കും കാണാൻ അല്ല, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. നിങ്ങൾ മനുഷ്യനായിരിക്കെ ഈ മനുഷ്യ ശരീരത്തിന് ഭൂമിയുടെ നിയമങ്ങൾ ബാധകമാണ്. നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിങ്ങളുടെ ഈ ഭൗതിക നിയമങ്ങൾ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതല്ല എൻ്റെ ദാത്ത്. അപ്പോൾ മൂസ നബി വീണ്ടും കാണാനുള്ള കൊതി കൊണ്ട് ചോദിച്ചു, റബ്ബേ എന്നാലും ഫൻദുർ ഇലൽ ജബൽ, പർവ്വതത്തിലേക്ക് നോക്കി. നിങ്ങളെക്കാളും എത്രയോ ഭാരമുള്ള സാധനമല്ലേ പർവ്വതം, നിങ്ങളെക്കാളും എത്രയോ ഹൈറ്റുള്ള സാധനമല്ലേ പർവ്വതം. ജബലു ദക്ക എന്ന് പറയുന്ന മലയുണ്ട് അവിടെ, സെയിൻറ്റ് കാത്തറിൻ സിറ്റിയിൽ, സീനാ മരുഭൂമിയുടെ നടുവിൽ അള്ളാഹുവിൻ്റെ കാഴ്ച നടന്ന സ്ഥലമെന്ന് പറയുന്ന ആ മലയുണ്ട് അവിടെ, ഇടിഞ്ഞു പോയത്. ഫൻദുർ ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ആ പർവ്വതം ആ സ്ഥാനത്ത് തന്നെ നിലനിന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. അപ്പോഴും അള്ളാഹുവിനെ അല്ല, പർവ്വതത്തിന് മുമ്പ് പോയി നിൽക്കുകയല്ല, അള്ളാഹുവിൻ്റെ തജല്ലി എന്ന് പറയുന്ന റബ്ബിൻ്റെ പരിശുദ്ധമായ പ്രകാശം ആ പർവ്വതത്തിലേക്ക് നീങ്ങുമ്പോൾ റബ്ബിൻ്റെ തജല്ലിയെ സ്വീകരിക്കുന്ന ഒരു സാധനത്തെ കാണാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അതുപോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തജല്ലിയെ നേരിട്ട് എങ്ങനെ കാണാൻ പറ്റും? റബ്ബിൻ്റെ തജല്ലി ഒരു ഉറുമ്പിൻ്റെ കാലിൻ്റെ അത്ര ആ പർവ്വതത്തിലേക്ക് നീങ്ങുന്ന അതിൻ്റെ തഫ്സീർ. ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്കൻ വഖറ മൂസ സുഇഖ, സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ബോധം കെട്ട് വീണുപോയി. ആ പ്രകാശം മൂസ നബിയിലേക്ക് എങ്ങാനും അല്ലാഹു തജല്ലിയാവുകയാണെങ്കിൽ പൊടിപൊടിയായി പോലെ മൂസ നബി, പർവ്വതം പൊടിപൊടിയായിപ്പോയി. മൂസ നബിയുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുമോ? അതും മൂസ നബി അലൈഹിസ്സലാം റബ്ബിൻ്റെ തജല്ലി നടന്ന പർവ്വതം നോക്കിയതാണ്. അപ്പോഴേക്കും ബോധം കെട്ട് വീണുപോയി, പർവ്വതം പൊടിപൊടിയായിപ്പോയി. അള്ളാഹുവിൻ്റെ തജല്ലി ഒരു സൃഷ്ടിയിൽ വരാൻ പറ്റും എന്ന് അവിടെ സൂചന ഉണ്ടെന്ന് മുഫസ്സിരീങ്ങൾ പറയും. അള്ളാഹുവിൻ്റെ തജല്ലി ഒരു സൃഷ്ടിക്ക് കാണാവുന്ന പരുവത്തിലേക്ക് അള്ളാഹ് വിചാരിച്ചാൽ റബ്ബ് തആല കൊടുക്കാൻ നടക്കുന്നു മനസ്സിലായി. അതാണ് പുണ്യ നബിക്ക് അള്ളാഹു കൊടുത്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ولقد رآه نزلة أخرى عند سدرة المنتهى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى. ഖുർആൻ ചോദിക്കുന്ന സൂറത്തുൻ നജ്മിൽ بسم الله الرحمن الرحيم ما كذب الفؤاد ما رأى أفتمارونه على ما يرى ما كذب الفؤاد ما رأى. അവിടുന്ന് എന്താണോ കണ്ടത് ആ കണ്ടതിനെ അവിടുത്തെ പരിശുദ്ധമായ മനസ്സ് ഒരിക്കലും കളവാക്കിയില്ല എന്ന് പറഞ്ഞാൽ കണ്ടത് സത്യം തന്നെയാണ്. അഫതുമാറൂനഹു അലാ മാ യറ, പുണ്യനബിക്ക് കാണാൻ പറ്റുന്ന അവർ തങ്ങൾ കണ്ടു എന്ന് പറയുന്ന വിഷയത്തിൽ നിങ്ങൾ നബിയെ നിഷേധിക്കുകയാണ്, തങ്ങളോട് തർക്കിക്കുകയാണോ? ആ പറഞ്ഞത് എന്തൊക്കെയാണ്? അഫതുമാറൂനഹു അലാ മാ യറ, തങ്ങൾ സിദ്റത്തുൽ മുൻതഹ കണ്ടു, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു, ബൈത്തുൽ മുഖദ്ദസിലെത്തി അംബിയാഇനെ കണ്ടു, അതിനിടക്ക് പോകുമ്പോൾ ശുഹദാഇൻ്റെ അവസ്ഥ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിഭാഗം ആളുകൾ വിത്തുകൾ വിതറുന്നു, ഉടനെ തന്നെ ഇത് കൊയ്തെടുക്കുന്നു, വീണ്ടും വിതറുന്നു, കൊയ്തെടുക്കുന്നു. ഇത് ശുഹദാഇന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. അത് കണ്ടു. പിന്നെ നോക്കുമ്പോൾ ചെമന്ന വെള്ളത്തിൽ നീന്തി കരക്കെത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരെ കാണുന്നു. അപ്പോഴേക്കും കരയിൽ നിന്ന് കല്ലുകൊണ്ടവരെ ദേഹത്തേക്ക് എറിയുന്നു, അവർക്ക് അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല. കരയിലേക്ക് എത്തുമ്പോഴേക്കും കല്ലുകൊണ്ട് എറിയാണ്. അങ്ങനെ തല അവർ കേടുവന്ന് മുറിവായി വീണ്ടും കടലിൻ്റെ നടുവിലേക്ക് ഓടും, വീണ്ടും തിരിച്ചു വരുന്നു. ഇതാരാണ്? ഇത് പലിശ വാങ്ങുന്നവരും തിന്നുന്നവരുമാണ്. പുണ്യനബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒരു കല്ലിൽ തലയടിച്ച് പൊട്ടിക്കുന്നവർ, എന്താ? നിസ്കരിക്കാത്ത ആൾക്കാരായിരുന്നു, നിസ്കാരം ഭാരമായിരുന്ന ആളുകളാണ്.
ചില ആളുകൾ അവരുടെ നാവുകളൊക്കെ ഇങ്ങനെ കുളത്തുകൊണ്ട് വലിച്ചു കീറി ചോര ചിന്തുന്നുണ്ട്. ഇതാരാണ്? ഇത് ഉമ്മത്തിൽ ഫിത്നയുണ്ടാക്കുന്ന പ്രസംഗിക്കുന്ന ആൾക്കാരാണ്, ഉമ്മത്തിൽ ഫിത്നയുണ്ടാക്കുന്ന ആളുകൾ. പിന്നെ ചില ആളുകൾ കവിളൊക്കെ പറിച്ചു കീറുന്നുണ്ട്, ഇങ്ങ് കഴുത്ത് വരെ 2 ഭാഗവും. അവർ നുണയും ഗീബത്തും നമീമത്തും പറഞ്ഞടന്നിരുന്ന ആളുകളായിരുന്നു. പിന്നെ വ്യഭിചാരികളായവരുടെ ശിക്ഷ കണ്ടു. ഇതൊക്കെ നബി തങ്ങൾ പറയുന്നത് അഫതുമാറൂനഹു അലാ മാ യറാ, തങ്ങൾക്ക് നാം കാണിച്ചു കൊടുത്ത് തങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് ഏതു മനുഷ്യനും അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയത്തിൽ നിങ്ങൾ നബിയോട് തർക്കിക്കുകയാണോ? അഫതുമാറൂനഹു അലാ മാ യറാ, അതൊരു ചോദ്യമാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ മറുപടി ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى. നിബിതങ്ങൾ കണ്ടു എന്ന് പറയുന്നത് തങ്ങൾ കണ്ടതിനെ കുറിച്ചാണ്. ഇനി അള്ളാഹു നിബിതങ്ങൾക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന വിഷയമാണ് ഇനി പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു എന്ന് മുഫസ്സിരീങ്ങൾ ബഹുഭൂരിഭാഗം ആളുകൾ അങ്ങനെ അവിടെ തഫ്സീർ ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ ആഴത്തിലിറങ്ങുന്ന മുഫസ്സിർമാർ ചോദിക്കും, അതോടെ പറയേണ്ട കാര്യമുണ്ടോ? ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ കൂടെയല്ലേ യാത്ര പോണത്? ദുന്യാവെന്ന് തുടങ്ങിയതിന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ കൂടെയല്ലേ? അപ്പോൾ പിന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തിരുന്നു. ثم دنا فتدلى فكان قاب قوسين او ادنى എന്നൊക്കെ പറയേണ്ട വലിയ പ്രസക്തിയുണ്ടോ? ജിബ്രീൽ അലൈഹി ഇസ്ലാം അല്ലേ അത്? ലഖദ് റആ മിൻ ആയാതി റബ്ബി, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അൽ കുബ്ര എന്ന് പറഞ്ഞാൽ അൽ ആയത്തുൽ കുബ്ര, ഏറ്റവും വലിയ ദൃഷ്ടാന്തം നബി തങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതാര് പറയാ? അല്ലാഹ് പറയാ. ഈ നബി തങ്ങൾ കണ്ടതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതൊക്കെ നിങ്ങൾ നിഷേധിക്കാൻ പോവുകയാണോ? അതിനെപ്പറ്റി തർക്കിക്കുകയാണോ? എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് എൻ്റെ റസൂൽ കണ്ടു കഴിഞ്ഞു, അത് അള്ളാഹുവിനെ കണ്ടു എന്നതിലേക്കുള്ള സൂചനയാണെന്ന. കാരണം മറ്റേത് നബി തങ്ങൾ അലാ മാ യറാ, തങ്ങൾ കാണും, തങ്ങൾ വിശദീകരിച്ചിരുന്ന വിഷയമാണ്. നേരെ മറിച്ച് ഞാൻ എൻ്റെ റസൂലിന് കാണിച്ചു കൊടുത്ത എൻ്റെ ദൃഷ്ടാന്തങ്ങളിലെ വലിയൊരു ദൃഷ്ടാന്തം എൻ്റെ റസൂൽ കണ്ടു കഴിഞ്ഞു. ആ കണ്ടതിൽ മാ സാഗൽ ബസറു വമാ ത്വഗ, കണ്ണുപോലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിട്ടില്ല. തങ്ങൾ വ്യക്തമായിട്ടും അള്ളാഹുവിനെ കണ്ടു. റബ്ബിനെ കണ്ടതിലേക്കുള്ള സൂചനയാണ് അള്ളാഹു ഈ ആയത്തിൻ്റെ ഭാഗങ്ങൾ പറയുന്നത്. അൽ കുബ്ര എന്ന് പറഞ്ഞാൽ വലിയ ദൃഷ്ടാന്തങ്ങൾ എന്നല്ല. മിൻ ആയാതി റബ്ബിഹി അൽ കുബ്ര, ലഖദ് റആ അൽ കുബ്ര മിൻ ആയാതി റബ്ബിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലെ കുബ്രയായ ആയത്ത് കണ്ടു എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം കൊടുക്കുന്നത്. എന്തല്ല, കുബ്ര എന്നത് ആയാത്ത് എന്നതിന് വിശേഷണമല്ല. ദൃഷ്ടാന്തങ്ങൾ വലിയ ദൃഷ്ടാന്തങ്ങളല്ല, ദൃഷ്ടാന്തങ്ങളിൽ അൽ കുബ്രയെ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം തങ്ങൾ പറഞ്ഞതിനെ ശരിവെക്കുകയും അതിനപ്പുറം അള്ളാഹു തആല കാണിച്ചു കൊടുത്തു എന്ന് പറയാം. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞെന്തേ, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. എൻ്റെ റസൂൽ ദൃഷ്ടാന്തങ്ങൾ കാണാനല്ല, എൻ്റെ റസൂലിനെ ഞാൻ കാണിച്ചു കൊടുക്കാൻ. മൂസാ നബി ചോദിച്ചത് റബ്ബി അരിനി, ഇനി എനിക്ക് കാണിച്ചു തരുമോ? അള്ളാഹ് പറയല്ലേ നുരിയഹു, ഞാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ മഹാസംഭവം ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ദുഃഖസാന്ദ്രമായൊരു സാഹചര്യത്തിൽ മനസ്സമാധാനം കിട്ടാൻ വേണ്ടി അള്ളാഹു കൊണ്ടുപോയ യാത്രയാണ്. എത്ര വലിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുമുണ്ടെങ്കിലും മനസ്സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹുവിലേക്ക് തിരിഞ്ഞാലേ ഇത് കിട്ടുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും അതിന് പരിഹാരം അള്ളാഹുലേക്ക് തിരിയലാണ്. അസ്ബാബുകൾ മുഴുവൻ നമ്മുടെ മുമ്പിൽ അടഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ബാബ് അസ്ബാബുകളില്ലാതെ തന്നെ തുറയുന്ന ബാബാണ്. അതുകൊണ്ട് അള്ളാഹുലേക്ക് മുത്തവജ്ജിഹീങ്ങളാവണം. പടച്ചതമ്പുരാനോട് ദുആ ചെയ്യാം, അള്ളാഹുവിനോട് വിഷയത്തിൽ പരിഹാരം കാണിച്ചു തരാൻ വേണ്ടി പറയാം. അത് നമ്മൾ മനസ്സാന്നിധ്യത്തോടുകൂടെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടിരിക്കും. അങ്ങനെ ചോദിക്കാൻ അറിയണമെന്ന്. അള്ളാഹുവിനോട് ദുആ എന്ന് പറയുന്നത് ഒരു ഫന്നാണ്, അതൊരു കലയാണ്. അത് എങ്ങനെ ചോദിക്കണമെന്നറിയുന്നതൊരു ഇൽമാണ്. പലർക്കും ചോദിക്കാറില്ല, എങ്ങനെ ചോദിക്കേണ്ടതെന്നറിയില്ല. അല്ലെങ്കിൽ മഅ്സൂറായ ദുആകളെങ്കിലും ദ്വാരക്കണം. അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅ, പ്രയാസപ്പെട്ട് എല്ലാ വഴികളും അടഞ്ഞുപോയ മുദ്തറായ മനുഷ്യൻ, ആരും സഹായിക്കാൻ ഒരാളുടെ അസ്ബാബുകളും ആ മനുഷ്യൻ്റെ മുമ്പിലില്ല. അങ്ങനത്തെ ആളുകൾക്ക് അല്ലാഹു അല്ലാതെ ആരാണ് ഉത്തരം കൊടുക്കാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ആത്മധൈര്യത്തോടുകൂടെയാണ് പിന്നെ മക്കയിലേക്ക് വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹലിനോടൊക്കെ നേരിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ ബൈത്തുൽ മുഖദ്ദസും അവിടെ നിന്ന് 7 ആകാശങ്ങൾ യാത്ര ചെയ്തു വരികയാണ്. നമ്മൾ മനസ്സിലാക്കണം, 7 ആകാശങ്ങൾ എന്ന് പറയുന്ന ഈ ദൂരം അള്ളാഹുവിൻ്റെ സുബ്ഹാനിയത്തിലൂടെ മനസ്സിലാക്കിയാൽ, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് മനസ്സിലാക്കിയാൽ, നമ്മൾ നമ്മുടെ കഴിവനുസരിച്ച് ഒരു കാറിൽ, ഒരു ഹെലികോപ്റ്ററിൽ, ഒരു ഫ്ലൈറ്റിൽ, ഒരു ജെറ്റിൽ, ഒരു റോക്കറ്റിൽ, അത് കഴിഞ്ഞ് വേറെ സ്പേസ് ഷട്ടിലിൽ എത്രയെല്ലാം വേഗതയുള്ള സാധനങ്ങളെ നമ്മൾ സങ്കല്പിച്ച് ആ വസ്തുക്കളുടെ ശക്തി കൂടുന്നതിനനുസരിച്ച് സമയം കുറഞ്ഞു വരുമെങ്കിൽ ഖാദിറും മുഖ്തദിറുമായ അള്ളാഹുവിൻ്റെ പടച്ചുതമ്പുരാൻ്റെ പ്രത്യേക അനുമതിയോടുകൂടെ നടന്ന യാത്രയാണിത്. ആ യാത്രയിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിന് കയ്യും കണക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ സമയം അവിടെ ബാധിക്കുന്നു പോലുമില്ല. അതുകൊണ്ടാണ് ഇസ്രാ മിറാജ് ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, കുറഞ്ഞ സമയത്തെ നടന്നത് എന്ന് പറയാൻ കാരണം. സുബ്ഹാനല്ലാഹ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ സുബ്ഹാന മനസ്സിലായാലേ ഇസ്രാ മനസ്സിലാവൂ. സുബ്ഹാന ആരെപ്പറ്റി പറയാം? പിന്നെ അവർ പറയുന്നതനുസരിച്ച്, ആ പറയുന്ന ആളിൻ്റെ കഴിവിനനുസരിച്ച് ശേഷമുള്ളത് പറയാൻ പാടുള്ളൂ. നന്നായിട്ട് തിന്നുന്ന ഒരാൾ, ഞാനൊരു 25 പൊറോട്ട ഇന്ന് രാവിലെ കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞത് ആരാന്നാ നോക്കുക, അല്ലേ? ഓൻ തിന്നാൻ കഴിവുള്ള ആളാണോ? അല്ലേ? ഓ 50 തിന്നുന്ന ആളോ, ഒരു 25 ഓന് പുല്ലല്ലേ? അപ്പോൾ പിന്നെ അത് ശരിയാണ്, നമ്മൾ മനസ്സിലാക്കും, അല്ലേ? നേരെ മറിച്ചൊരു കുട്ടി വന്നിട്ട് പറയാം ഞാൻ 25 പൊറോട്ട, കുട്ടിയല്ലേ, വെറുതെ അല്ലേ കുട്ടിയെന്ന് വിളിക്കണമെന്ന് പറഞ്ഞേക്കും നമ്മൾ, അല്ലേ? അപ്പോൾ പറഞ്ഞതാരാ? അള്ളാഹുവാണ്. സുബ്ഹാന. ഇത് ഞാൻ എൻ്റെ ഹബീബിനെ കൊണ്ടുപോയ യാത്രയാണ്. അത് എൻ്റെ കഴിവ് മനസ്സിലായാൽ, നിങ്ങളുടെ ബുദ്ധി വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് സമയവും കാലമൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ എൻ്റെ ദാത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കിതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അങ്ങനത്തെ മഹാത്ഭുതമാണ് റജബ് 27 രാവിലെ നടന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിൻ്റെ മുനാജാത്തായി അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുന്ന ഒരു ഇബാദത്തായി റബ്ബിലേക്ക് നിസ്കാരം കൊണ്ട് അടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.